Morning. Good morning. Okay. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അല്ലെ? ഓക്കെ, വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ഓക്കെ. അപ്പോ നമ്മള് ഫങ്ഷൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? Yes, ma'am. ഓക്കെ. എക്സ്പാൻഡ് MLC പറയാൻ പറ്റോ? ആർക്കെങ്കിലും പറയാൻ പറ്റോ? എക്സ്പാൻഡ് MLC. Medico legal case. ഓക്കെ, വെരി ഗുഡ്. ഏതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസുകളിൽ വരുന്നത്? എക്സാമ്പിൾ പറയാൻ പറ്റോ? Trauma, assault, rape. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ഭാഗം നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചിട്ടുള്ളത് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഫങ്ഷൻസ് വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഏറ്റവും ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ? ആ സ്റ്റാഫുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതാകെ ഡിപ്പാർട്ട്മെന്റ്, പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ പോളിസി റിട്ടേൺ ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് പോളിസീസ് റിട്ടേൺ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ കുറച്ച് കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ കുറച്ച് കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ ED ആക്സിഡന്റ് എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ED
ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാഷ്വാലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, ഓൾട്ടർനേറ്റീവ് നെയിംസ്. ഓക്കെ, ദ ED emergency department must be organized and administered to meet the health care needs of its population. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. The ED must be organized and administrated to meet the health care needs of its population. Population എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? അവിടെ ആരെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആരെയായിരിക്കാം? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? പേഷ്യൻസിനെ അല്ലെ, പേഷ്യൻസിനെയാണ് അവിടെ പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അവിടേക്ക് വരുന്ന കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ നീഡ്സുകൾ അല്ലെ, ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും സംഘടിപ്പിക്കേണ്ടത്, ഓർഗനൈസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതും കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങള്, പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, നീഡ്സുകള്, വാൻസുകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും സംഘടിപ്പിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. ഇനി എന്താണ്? The operation of ED must be guided by written policies and procedures. ഞാൻ പറഞ്ഞല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ആരാണ് റിട്ടേൺ ചെയ്യുന്നത്? ആരാണ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്? ആരായിരിക്കും? മറന്നുപോയോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതുന്നത് ആരാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അപ്പോ അവര് എന്ത് ചെയ്യണം? ED ഡിപ്പാർട്ട്മെന്റ് വേണ്ടതായിട്ടുള്ള എങ്ങനെ പോണം, ഏത് റൂട്ടിലൂടെ പോണം, അല്ലെങ്കിൽ ഏത് ഗൈഡ് ലൈൻസിലൂടെ പോണം എന്ന് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അപ്പൊ ED ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും റിട്ടേൺ ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ്? മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ of hospital along with the appropriate integration of ancillary services must ensure quality and safety in ED. ഇനി അവിടെ എന്തുണ്ടാവും? ആരൊക്കെ ഉണ്ടാവും? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ ED ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഇവര് കൊടുക്കുന്ന അവിടേക്ക് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ, ആൻസിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനുബന്ധമായിട്ടുള്ള സർവീസുകൾ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യണം? മെഡിക്കൽ സ്റ്റാഫുകളായാലും നഴ്സിംഗ് ഡയറക്ടേഴ്സ് ആയാലും ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് സേഫ്റ്റിയോട് കൂടിയിട്ടുള്ള സർവീസ്, നല്ല ഗുണനിലവാരമുള്ള സർവീസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് emergency care are continually monitored and evaluated. എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അല്ലെ അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകള് കണ്ടിന്യൂലി നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാം, വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തുകയും വേണം. പിന്നെ എന്താണ്? മെഡിക്കൽ ഡയറക്ടർ should oversee all aspects of the practice of emergency medicine in ED. എന്ത് ചെയ്യണം? മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യണം, അവിടെ കൊടുക്കുന്ന സർവീസുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു എന്താണ് മെഡിക്കൽ സ്റ്റാഫുകള് പേഷ്യൻസിന് കൊടുക്കുന്നത് എങ്ങനെയാണ്? അവര് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഡോസിൽ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകളാണോ കൊടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവർസീ ചെയ്യേണ്ടത്
മെഡിക്കൽ ഡയറക്ടർ ആണ്. അപ്പൊ അത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, മെഡിക്കൽ ഡയറക്ടർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? HA അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി പറയുന്നത് എന്താണ്? All new staff members should get a formal orientation program that addresses. എന്താണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല്? ഇപ്പോ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകൾ അല്ലെ, പുതിയ എംപ്ലോയീസുകള് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാല് അവർക്ക് അറിയാൻ പറ്റില്ല അല്ലെ എന്ത് ഡ്യൂട്ടീസ് ആണ്, എന്ത് റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ എന്ത് വർക്കാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റില്ല. അപ്പോ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താണ് ഒരു ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അവർക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ, ഇന്ന ഡ്യൂട്ടി ചെയ്യണം, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റേതാണ്. നെക്സ്റ്റ് നോക്കാം, ദ മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും, ഏതൊരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇതൊരു സ്കൂള്, നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാകും? മിഷനും വിഷനും ഉണ്ടാവും അല്ലെ. ഓക്കെ, ആ ഹോസ്പിറ്റലിന്റെ, ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഓക്കെ ക്യാമറയുടെ ഓഫ് ചെയ്യാട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ ശ്രദ്ധ പോവും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ക്യാമറ ഓൺ ആക്കുന്നവര് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? മിഷനും വിഷനും ഉണ്ടാവും, അതുപോലെ തന്നെ അപ്പോ ഒരു ഹോസ്പിറ്റലിന് മിഷൻ ഉണ്ട്. ആ മിഷൻ എന്താണെന്നുള്ളത് പുതിയതായിട്ട് വരുന്ന പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓഫ് ദി ED. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് എന്താണ്? ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ. ഓക്കെ, നടപടിക്രമങ്ങൾ ഉണ്ടാവും ഓരോ ഹോസ്പിറ്റലിനായാലും, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത് തുടർന്ന് പോകേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളും പ്രൊസീജിയേഴ്സുകള് ഉണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദി ED സ്റ്റാഫ്. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പല സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ആ സ്റ്റാഫുകള് കൃത്യമായിട്ട് ഓരോ സ്റ്റാഫുകൾക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഉത്തരവാദിത്തങ്ങളും അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ റെസ്പോൺസിബിലിറ്റീസും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. ഇനി എന്ത് ചെയ്യണം? ആ ED ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ ചിലപ്പോ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫുകൾക്കൊക്കെ അവർക്ക് അത്രയധികം അവരുടെ വർക്കിൽ എന്താണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് എന്ത് അപ്പൊ നമ്മൾ കൊടുക്കണം? നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകള്, പ്രാക്ടീസുകള് അല്ലെ, നോളജുകള്. അപ്പൊ എന്താണ്? അങ്ങനെ പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും കൊടുക്കുന്നത് വഴി അവർ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ആ സ്റ്റാഫുകളിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെന്താണ്? ട്രയേജ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ഈച്ച് patients must be performed by the physician or trained RN with the EMT. നമുക്കറിയാം ട്രയേജ് അല്ലെ, ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ആദ്യം കൊടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെ, ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്രീനിങ് എന്ന് പറയുന്നത് പരിശോധന. അപ്പോ ED ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ട്രയേജ് ആയാലും അതുപോലെ തന്നെ പരിശോധിക്കുന്നതിനായാലും ചിലപ്പോ എന്താണ്, ഒന്നുകിൽ ആരായിരിക്കും? ഫിസിഷ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള RN ആരാണ് RN എന്ന് പറയുന്നത്? രജിസ്റ്റേർഡ് നഴ്സ്. വെരി ഗുഡ്, രജിസ്റ്റേർഡ് നഴ്സ് വിത്ത് EMT അല്ലെ, അങ്ങനെയുള്ളവരായിരിക്കും പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ RN വിത്ത് EMT ആയിരിക്കാം. ഇനി എന്താണ്? legible and appropriate medical record must be established for each individuals. നമുക്കറിയാം അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ, ഏതൊരു ഹോസ്പിറ്റലും പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ
എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും അല്ലെ. ഓരോ പേഷ്യൻസിനും ഉണ്ടാകും, ഓരോ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ED കൊണ്ടുവരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മള് പേര്, വിവരങ്ങള്, അഡ്രസ്, എല്ലാ കാര്യങ്ങളും നമ്മള് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പേഷ്യൻസിന് എന്ത് കൊടുക്കണം, മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അങ്ങനെ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ തയ്യാറാക്കുമ്പോ എന്ത് ചെയ്യണം, വായിക്കത്തക്ക രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, അത് തയ്യാറാക്കേണ്ടത്. പേഷ്യൻസിന്റെ കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് വായിക്കത്തക്ക, മറ്റുള്ളവർക്ക് വായിക്കത്തക്ക രീതിയിലായിരിക്കണം, വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി എന്താണ്, ദ മിനിമം സെറ്റ് ഓഫ് SOPs ഷുഡ് ബി അവൈലബിൾ ഫോർ. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ED ഡിപ്പാർട്ട്മെന്റിൽ പിന്തുടരേണ്ട നടപടിക്രമങ്ങളെ കുറിച്ചാണ് ഇവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്, EDയിലേക്ക് ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നു അല്ലെ, റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും അല്ലെ, പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം ട്രയേജ് അല്ലെ, ഏത് കാറ്റഗറിയിലാണ് പേഷ്യന്റ് വരുന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് ചികിത്സ കൊടുക്കുന്നു. പിന്നെ എന്താണ്, ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. SOPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ ഓഫ് വിത്തിൻ ഹോസ്പിറ്റൽ. നമുക്ക് എന്ത് ചെയ്യണം, EDയിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യോ, ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എങ്ങനെയാ ചെയ്യാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമോ, ഇല്ല. പിന്നെ എവിടേക്ക് ചെയ്യും, ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അതാത് ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. പിന്നെ എന്താണ്, റഫറൽ ഓഫ് ദ പേഷ്യൻസ്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്പിറ്റലില് ഈ പേഷ്യൻസിനെ നോക്കാൻ വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് റഫറൽ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. ഓക്കെ, ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യൻസ്. ഇനി അത് അദ്ദേഹം എന്താണ് സ്റ്റേബിൾ ആയി നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്നു. അബൌട്ട് ഡെഡ് കേസ്. ഇനി മരിച്ചു കൊണ്ടുവരുന്ന അല്ലെ, മരിച്ച കേസുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ തന്നെ ബോഡി വിട്ട് കൊടുക്കുമോ റിലേറ്റീവ്സിന്. കാഷ്വാലിറ്റിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, പിന്നെ പകരം എന്ത് ചെയ്യും, ഇപ്പോ ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ആഘാതം കൊണ്ട് സീരിയസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മൾ വിട്ടുകൊടുക്കില്ല. എന്താണ് മരണ കാരണം എന്നുള്ളത് അല്ലെ, പോലീസുകാർ വന്ന് അവര് പറയുന്നത് അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബോഡി റിലേറ്റീവ്സിന്, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കുന്നത്. ഇനി കോഡ് ബ്ലൂ, കാർഡിയാക് അറസ്റ്റുമായിട്ട്. കോഡ് ബ്ലൂ എന്താണെന്ന് അറിയോ, കോഡ് ബ്ലൂ കേട്ടിട്ടുണ്ടോ, ഇല്ല, ആർക്കും അറിയില്ല അല്ലെ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്താണ്, കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഡിയാക് അറസ്റ്റുമായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർമാര്, നഴ്സുമാര്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകള്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ്, ഡോക്ടേഴ്സ്, നഴ്സുമാര്, ഇവർക്കൊക്കെ ഒരു അലേർട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് എന്ത്, കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. എന്താണ്, ആ പേഷ്യൻസ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യണം, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. അപ്പൊ അവരെത്തുന്നതിന് മുൻപ് കറക്റ്റ് ആയിട്ട് ഇവര് ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും എക്യുപ്മെന്റ്സ് ആയാലും ടെക്നീഷ്യൻസ്മാരായാലും
കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കണം, അവര് വരുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മള് ചികിത്സ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ റെഡിയായി നിൽക്കാനുള്ള ഒരു അലേർട്ടാണ് എന്ത് പറയുന്നത്, കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഇത്ര മനസ്സിലാക്കി വെക്കാം. ബാക്കി നിങ്ങൾ തുടർന്നുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും, അടുത്ത മൊഡ്യൂൾസിലൊക്കെ പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കോ ലീഗൽ കേസസ്. അറിയാം അല്ലെ, ഷോർട്ട് ഫോം എന്താണ്, MLC അല്ലെ. ഓക്കെ, അസാൾട്ട്, ആക്സിഡന്റ് കേസ്, പോയിസണിങ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് മെഡിക്കോ ലീഗൽ കേസസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇനി മെഡിക്കോ ലീഗൽ കേസസുകളുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു രോഗി ട്രീറ്റ്മെന്റിൽ ഇരിക്കെ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി എന്താണ്, ഈ ബന്ധുക്കൾക്ക് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ആണ് ഇതിൽ വരുന്നത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, അപ്പോ രോഗിയുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ രോഗി ട്രീറ്റ്മെന്റിൽ ഇരിക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗിയുടെ റിലേറ്റീവ്സിന് ബോഡി വിട്ട് കൊടുക്കണോ അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് ആണ് ഇതിൽ വരുന്നത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. കോഡ് ബ്ലൂ ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്, പല പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, EMTയുടെ ഫുൾ ഫോം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിംഗ് ക്ലാസ് കാണാം നിർബന്ധമായിട്ടും, എന്നിട്ട് മാത്രമേ അടുത്ത ക്ലാസ്സിലോട്ട് കയറിയിരിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ക്ലാസ് എടുത്തു പോവും, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, ഒന്നും മനസ്സിലാവില്ല പിന്നെ എടുക്കുന്നത്. കോഡ് ബ്ലൂ എന്താണ്? കോഡ് ബ്ലൂ ഇസ് റിലേറ്റഡ് ടു ചോദിക്കാം, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഇസ് റിലേറ്റഡ് ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഡ് ബ്ലൂ ആണ്. ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് മീനിങ് പറയാൻ പറ്റോ? എന്താ മീനിങ് ഇൻഡിക്കേറ്റേഴ്സ്? സൂചിക, വെരി ഗുഡ്. സൂചകങ്ങൾ എന്ന് പറയാൻ പറ്റും അല്ലെ നമുക്ക്, സൂചകങ്ങൾ. ഓക്കെ, നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും ഇപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കും, അപ്പോ അതിലേക്ക് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മളിവിടെ പഠിച്ചത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന, അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ ക്വാളിറ്റിയോട് കൂടിയിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുള്ള സൂചകങ്ങളാണ് നമ്മളിവിടെ താഴെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുക്കുന്ന, അവിടേക്ക് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സൂചകങ്ങൾ. മനസ്സിലായോ? അപ്പോ ഫസ്റ്റ് സൂചകം എന്താണ്? അറ്റൻഡൻസ് റേറ്റ്. ഓക്കെ, എന്താണ്? പ്ലാൻ ചെയ്യാതെയുള്ള അല്ലെ, പ്ലാൻ ചെയ്യാതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ദുരന്തം, വയനാട് ദുരന്തം. ഓക്കെ, നമ്മൾക്ക് എല്ലാവരും കേട്ടതാണ് അല്ലെ, എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ദുരന്തം ഉണ്ടായപ്പോ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് കുറെ അധികം ആളുകളെ കൊണ്ടുവന്നല്ലേ, എമർജൻസി ആയിട്ട് ആണോ? അപ്പൊ അവിടേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ബുക്ക് ചെയ്യാതെ വരുന്നതാണ് ഇല്ലേ? ബുക്ക് ചെയ്തിട്ടല്ല അല്ലെ, ദുരന്തം ഉണ്ടാകുന്നത് നമ്മൾ അറിയുന്നില്ല. പെട്ടെന്ന് ഒരു ദുരന്തം സംഭവിച്ചു, ഡിസാസ്റ്റർ വന്നു, പക്ഷേ കുറെ അധികം ആളുകൾക്ക് പരിക്ക് പറ്റി അല്ലെ, ചില ആളുകൾ മരണപ്പെട്ടു അല്ലെ, കുറെ പേര് മരണപ്പെട്ടു, ചില ആളുകൾക്ക്
ചിലപ്പോ കയ്യില് പരിക്കുണ്ടാവാം, കാലില് പരിക്കുണ്ടാവാം, അങ്ങനെ പല സ്ഥലങ്ങളിലും അല്ലെ ബോഡിയില് പരിക്കുകൾ സംഭവിച്ച് കുറേ അധികം ആളുകളെ എന്താണ് അൺപ്ലാൻഡ് ആയിട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്യാതെ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ വരുമ്പോ അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നുണ്ടോ? അതാണ് ഫസ്റ്റ് സൂചകമായിട്ട് പറയുന്നത്. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. കിട്ടിയോ? ഓക്കെ. PD ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ കെയറുകൾ, ഹെൽത്ത് കെയറുകൾ എന്ന് പറയുന്നത് ക്വാളിറ്റിയോടെ ആണോ എന്ന് മെഷർ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് എത്ര ടൈം ട്രീറ്റ്മെന്റ് നടത്താൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് ചിലപ്പോ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല അല്ലെ. പല ഹോസ്പിറ്റലുകളിലും നമ്മൾ കാണാറുണ്ട് അല്ലെ. അങ്ങനെ ഡോക്ടേഴ്സ് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ എടുത്തോ രോഗികളെ? ഇല്ല, മറ്റു പല ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകും അല്ലെ. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ്. ഡോക്ടറിനെ കാണാൻ പറ്റാതെ നമ്മൾ പോകുന്നു. ഇനി എന്താണ് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ നമ്മള് ഫസ്റ്റ് ED ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ ആയിട്ട് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ആദ്യം നമ്മളെ എന്താ ചെയ്യാം, കൊണ്ടുവരുമ്പോ പ്രഷർ ചെക്ക് ചെയ്യും ഇല്ലേ, പൾസ് ചെക്ക് ചെയ്യും, എന്നിട്ടാണ് അവര് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ആണോ? അങ്ങനെയാണോ ചെയ്യാറ്? ആർക്കെങ്കിൽക്കൊക്കെ അനുഭവം ഉണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഇനീഷ്യൽ അസസ്മെന്റ് ആണ് നടത്തുന്നത്. ആദ്യം പൾസ് ചെക്ക് ചെയ്യും, പ്രഷർ ചെക്ക് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ടൈം ടു ട്രീറ്റ്മെന്റ്. ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? ED ഡിപ്പാർട്ട്മെന്റില് ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? നെക്സ്റ്റ് ലാസ്റ്റ് വൺ സർവീസ് എക്സ്പീരിയൻസ്. അവിടെയുള്ള ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും എത്ര സർവീസുകൾ ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് പറഞ്ഞത് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇത് ഇമ്പോർട്ടന്റ് അല്ല, ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ്സുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ചിലപ്പോ ചോദിക്കാം ഐഡന്റിഫൈ ദ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ED ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, ടൈം ടു ട്രീറ്റ്മെന്റ്, സർവീസ് എക്സ്പീരിയൻസ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കിയേ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. ഓക്കെ, എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾസുകൾ, ഡ്യൂട്ടീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. The interview patients to obtain biographic, demographic and financial data for registration purposes and enter information so gathered into the hospital computer system. Okay. ഒരു പേഷ്യന്റിനെ നമ്മള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുമ്പോ അവിടെ എന്താണ് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ, പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം അല്ലെ. അതാണ് ഡെമോഗ്രാഫിക്, അതുപോലെ തന്നെ ബയോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. മനസ്സിലായോ? പേര്, സെക്സ്, ഏജ്, അതുപോലെ അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, വരുമാനം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? എമർജൻസി റൂം ക്ലർക്കിൻ്റെതാണ്. ഇനി സെക്കൻഡ് നോക്കാം. രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ്, ഫയൽ, റിട്രീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യൻ, റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം ആൻഡ് അഡ്മിഷൻ. ഇവിടെ പറയുന്നത്, ഇപ്പോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫയലുകൾ നമ്മൾ തയ്യാറാക്കണം. ഇനി അവിടെ എന്താണ്, ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്താണ്, അത് വീണ്ടെടുത്താൽ മതി അല്ലെ. മെഡിക്കൽ റെക്കോർഡ് പുതിയതായിട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല, അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഫിസിഷ്യന് എന്ത് ചെയ്യണം? നമ്മള് കൈമാറണം. ഓക്കെ, അത് ചെയ്ത് കൊടുക്കേണ്ടത് ഈ റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിങ്ങും കാര്യങ്ങളും, കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അഡ്മിറ്റ് ആവുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്, അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതും എമർജൻസി റൂം ക്ലർക്കാണ്. ഇനി പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എന്താണ്? കസ്റ്റമേഴ്സിന് അല്ലെ. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടേക്ക് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള, അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, സർവീസുകൾ ചെയ്ത് കൊടുക്കേണ്ടത് കസ്റ്റമർ. നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. അവർക്ക് അവരുടെ നീഡ് അനുസരിച്ച്, വാൻസുകൾ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള സർവീസ് ആണെന്ന് അവർ പറയുള്ളൂ. അല്ലെങ്കിൽ അവിടെ എപ്പോഴും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ അവിടേക്ക് വരുന്ന പേഷ്യൻസിന് നമ്മൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സർവീസ്, ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ആര് ചെയ്ത് കൊടുക്കണം? ഓക്കെ, എമർജൻസി റൂം ക്ലർക്കാണ് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ മികച്ചതായിട്ടുള്ള കസ്റ്റമർ സർവീസ് ആയിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത്. Coordinate activities in connection in admission of patients in the hospital or other medical facilities. അപ്പോ ഇവിടെ പറയുന്നത്, ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യൻസ് വരുമ്പോ നമ്മൾ ആദ്യം ED ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു കണക്ഷൻ, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഈ എമർജൻസി റൂം ക്ലർക്കാണ്. ഇനി എന്താണ്? assess patients other needs from healthcare professionals like need of ambulance service or referrals. ഇനി എന്താണ്? പേഷ്യൻസിന് റെഫറൽസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് ആംബുലൻസ് സർവീസ് കൊടുത്ത് വിടേണ്ടത് ആരാണ്? ഈ എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, ഇനി ഗ്രീവൻസസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പരാതി പരിഭവങ്ങൾ അല്ലെ, പരാതികള്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പേഷ്യൻസിന്, അവിടേക്ക് വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടിയും എമർജൻസി റൂം ക്ലർക്കിന്റേതാണ്. നെക്സ്റ്റ് നോക്കാം. കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്. ഇനി ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്? പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവർക്ക് വേണ്ട ബെഡുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി
ബെഡുകളുടെ കുറവ് ഉണ്ടെങ്കിൽ അല്ലെ, പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവരെ കിടത്താനായിട്ട് ബെഡുകൾ കുറവുണ്ടെങ്കിൽ അത് ആരെ അറിയിക്കണം? ഈ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സിനെ അറിയിക്കേണ്ടതും അത്യാവശ്യമാണ്. മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. ഇനി MLC കേസസുകൾ വന്നിട്ടുണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ് പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ആരാ ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? അതിന്റെ എക്സ്പാൻഡ് ഫോം അറിയോ? ഡാമ. ഡാമ എക്സ്പാൻഡ് ഫോം DAMA. അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താണെന്ന് അറിയോ? ഇല്ല. ഓക്കെ, അപ്പോ എക്സ്പാൻഡ് ഫോം എഴുതി വെക്കാം. ഡിസ്ചാർജ് അവിടെ അരികത്ത് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു രോഗിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു, പേഷ്യൻസിന്റെ കണ്ടീഷൻ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു രോഗിയെ കൊണ്ടുവന്നു. ഇപ്പൊ ഡാമ പേഷ്യൻസ് ആരാണെന്ന് പറഞ്ഞുതരാം. ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്നു, അവിടെ കിടത്തി ചികിത്സിക്കുന്നു. അപ്പോ അവിടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പേഷ്യന്റോ പറയണേണ് എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പൊ ഡോക്ടർ പറയുന്നു ഒന്ന് കണ്ടീഷൻ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു 5 ദിവസം കിടന്നിട്ട് നമുക്ക് പോവാന്ന് പറയുന്നു. പക്ഷെ ഡോക്ടറുടെ സമ്മതമില്ലാതെ അവരെന്ത് ചെയ്യുന്നു? നിർബന്ധിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങി, ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് പോകുന്നു. അപ്പോ അവരുടെ കയ്യിൽ നിന്ന് ഒരു സമ്മതപത്രം അവരെഴുതി വാങ്ങിക്കും. എന്തായിരിക്കും എഴുതുന്നത്? ഹോസ്പിറ്റലുകാര് വീട്ടിലേക്കും പോകുന്ന വഴി എന്തെങ്കിലും പ്രശ്നം, ചിലപ്പോ പേഷ്യൻസ് മരണപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലുകാര് ഉത്തരവാദികളല്ല. ഓക്കെ, അതൊരു സമ്മതപത്രം എഴുതി കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാമ എന്ന് പറയുന്നുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ലാമ, ഡാമ എന്നൊക്കെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഡാമ പേഷ്യൻസ് ആരാണെന്ന്? അവര് നിർബന്ധിച്ച്, ഡോക്ടറുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെ റെക്കോർഡ് നമ്മൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും പോലീസ് കേസുകളോ എന്തെങ്കിലും രോഗി മരണം നടന്നിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് എന്ന് പറയും, ഹോസ്പിറ്റലുകാർ നിർബന്ധിച്ച് വിട്ടിട്ടാണെന്നല്ലേ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ ഡിസ്ചാർജ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പൊ ആരുടെ പേരിൽ കേസ് വരും? ഹോസ്പിറ്റൽസിന്റെ പേരിൽ കേസ് വരും അല്ലെ. അതുകൊണ്ട് എന്താണ്, അവരുടെ കയ്യിൽ നിന്ന്, ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മതപത്രം, ലാമ അല്ലെങ്കിൽ ഡാമ എന്ന് പറഞ്ഞ ഒരു സമ്മതപത്രം, കൺസെന്റ് ഫോം എഴുതി വാങ്ങിച്ചിട്ടേ അവര് വീട്ടിലേക്ക് വിടുകയുള്ളൂ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. മെഡിക്കോ ലീഗൽ കേസസ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ ഓർ അൺനാച്ചുറൽ കേസസ് ഓഫ് ഇൻജുറി. RTA എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്, etc. Records of such cases are entered into the medico-legal register with the details of a patient's accident, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge or will be informing the police based on the casualty in charge or treating consultant's instructions. ഇവിടെ പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസുകൾ വരാം അല്ലെ. ആക്സിഡന്റ്, വലിയ ആഘാതം, അല്ലെങ്കിൽ പോയിസണിങ്, മർദ്ദനം, അങ്ങനെയുള്ള കേസസുകൾ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇത് അവരുടെ ഡ്യൂട്ടിയാണ്, ഈ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. മെഡിക്കോ ലീഗൽ കേസസുകൾ ആക്സിഡന്റ് ആവാം, പോയിസണിങ് ആവാം, റേപ്പിംഗ് ആവാം, അങ്ങനെയുള്ള പല രീതിയിലുള്ള കേസസുകൾ വന്നാല് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടി
റൂം ക്ലർക്കിന്റേതാണ്. എമർജൻസി റൂം ക്ലർക്കിന്റേതാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിന് അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ കാഷ്വാലിറ്റി ഇൻചാർജ് ആണ് ആരെ ഇൻഫോം ചെയ്യുന്നത്, ഈ പോലീസ് സ്റ്റേഷനിലോട്ട് ഇൻഫോം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസുകളായും എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിക്കുന്നത് എങ്ങനെയാണ്, ഈ എമർജൻസി ഇൻചാർജ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകൾ വന്നാല് മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മിസ് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ 5 ആണ്, CSSD. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക്. ഓക്കെ ആണോ, വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 5th ചാപ്റ്റർ മൊഡ്യൂൾ 2 പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് 32, പേജ് നമ്പർ 32. 5th chapter, Central Sterile Supply Department, CSSD. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡ് CSSD ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 30 ആണോ നിങ്ങളുടെ കയ്യിൽ? ഓക്കെ, പേജ് നമ്പർ 30. ഓക്കെ, അപ്പോ ഫസ്റ്റ് സെന്റൻസ് തന്നെ കേട്ടോ, ഹെഡിങ് തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് CSSD ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. 2 എസ്സുകൾ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്തായിരിക്കാം സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ?
സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സർജിക്കൽ എക്യുപ്മെന്റ്സിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് തന്നെയാണ് CSSD എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം എന്താണ്, ഓരോ ഹോസ്പിറ്റലിലും പല പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകള് മറ്റു അത് കഴിയുമ്പോൾ ഇനി സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് നെക്സ്റ്റ് പേഷ്യന്റിന് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എന്താണ്, അത് എന്താണ്, മലിനമായിട്ടുണ്ടാവും അല്ലെ, അണുക്കൾ ഉണ്ടാവും അല്ലെ. അതെന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് അല്ലെ, സ്റ്റെറിലൈസ് ആണ്, മുക്തമാക്കി അത് ഡീകണ്ടാമിനേഷൻ ഒക്കെ വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മറ്റു ആളുകൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോ ഇവിടെ നമ്മുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് അതെന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് സ്റ്റെറൈൽ ചെയ്തൊക്കെയാണ് മറ്റു വ്യക്തികൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോ അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററില് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് തന്നെ പല എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയും അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എന്താണ്, ഡീകണ്ടാമിനേഷൻ വരുത്തി സ്റ്റെറൈലൊക്കെ ചെയ്ത് ഡീകണ്ടാമിനേഷൻ വരുത്തി അണുവിമുക്തമാക്കിയിട്ടാണ് മറ്റു ആളുകൾക്ക് യൂസ് ചെയ്യുന്നത്. അതാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഓക്കെ ആണോ എല്ലാവർക്കും? അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കി. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, it is necessary to make sure that proper disinfection of surgical equipment is done. അല്ലെ, നമുക്കറിയാം എന്താണ് ഒരു നല്ല ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ, പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ ആക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്റ്റ് ആക്കിയില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള, മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇന്നും സർജിക്കൽ എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്റ്റ് ആക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ്, ഇൻസ്ട്രുമെന്റ് ആർ മൈക്രോബൈറ്റലി ടൈൻഡ്. എന്താണ് പറയുന്നത്? മൈക്രോബൈറ്റലി എന്ന് പറഞ്ഞാല് സൂക്ഷ്മാണു സംബന്ധമായ, അതുപോലെ ടൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമാക്കുക, ടൈൻഡ് മലിനമാവുക. This lead to an increased likelihood of contamination and later infection of the surgical wound. As a result, appropriate sterilization of a surgical instrument is suggested as one of the basic and accepted measures against surgical site infection. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിക്ക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേഷ്യൻസിന് ഈ എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സർജറി വൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സർജിക്കൽ വൗണ്ട് എന്ന് പറഞ്ഞാല് മുറിവല്ലേ, മറ്റുള്ളവർക്ക് ആ മുറിവിന്റെ ഭാഗത്ത് എന്താണ്, ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്
ആ എക്യുപ്മെന്റുകള്, സർജിക്കൽ എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് നമ്മൾ അനുബന്ധമാക്കിയിട്ട് മാത്രമാണ് മറ്റു പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതാണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണോ? ആ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എഴുതാട്ടോ. അവിടെ ചിലപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നാക്കാം. SSI ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും അല്ലെ, ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർജറി ചെയ്യുമ്പോൾ ആ സർജിക്കൽ ബൗണ്ടിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിനെയാണ് നമ്മള് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ളതും അതുപോലെ ആക്സെപ്റ്റഡ് മെഷേഴ്സ് അല്ലെ, അംഗീകൃതമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാല് എന്താണ് ചെയ്യേണ്ടത്? എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആ സർജിക്കൽ ബൗണ്ടിൽ അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഇനി അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല് പല പേഷ്യൻസിനും ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബേസിക് ആയിട്ടും അംഗീകൃതമായിട്ടുള്ള ഒരു മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടപടിക്രമം എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കാം കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അതുപോലെ ഒന്നുകൂടി നോക്കാം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഡ് CSST എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോകരുത്. 2 എസ്സുകളാണ് അവിടെ ഉള്ളത്. സപ്ലൈയും സ്റ്റെറൈലും ഒക്കെ മാറിപ്പോകരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. ശ്രദ്ധിച്ച് പഠിക്കാം. ആ ഇൻട്രൊഡക്ഷൻ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുത്തപ്പോ? അല്ലെങ്കിൽ മനസ്സിലായോ എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത്? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കേട്ടോ, നാളെ വരുമ്പോ പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ, അപ്പോ നമ്മുടെ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് മൊഡ്യൂൾ 2 5th ചാപ്റ്റർ ആണ്. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എത്ര ഭാഗങ്ങള് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. Okay, thank you.